എല്ലാവർക്കും നല്ല നമസ്കാരം. എൻ്റെ പിറകിൽ നിൽക്കുന്ന ഈ ചേച്ചീനെയും ചേട്ടനെയും കണ്ടിട്ടുണ്ടാവും. ഇത് ഷീജ ചേച്ചി, ഇത് അനിലേട്ടൻ. ഇത് നമ്മുടെ ചാലക്കുടി മാർക്കറ്റിൻ്റെ അകത്ത് കുടുംബശ്രീ നടത്തുന്നൊരു സ്ഥാപനമുണ്ട്, കേരള ചിക്കൻ. തനി മലയാളി സ്ഥാപനം. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം കേരളത്തിൽ ഒരുപാട് വ്യാപാരി സ്ഥാപനങ്ങൾ വയനാട്ടിലെ ദുരന്തബാധിതരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവരുടേതായിട്ടുള്ള തനതായിട്ടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചാലക്കുടി മാർക്കറ്റിൻ്റെ അകത്ത് ഈ ചിക്കൻ സെൻറ്റർ നടത്തുന്ന, കേരള ചിക്കൻ സെൻറ്റർ നടത്തുന്ന ഷീജ ചേച്ചിയും അവരുടെ ഹസ്ബൻഡ് അനിലേട്ടനും കൂടി ഈ വരുന്ന 17-18 തീയതികളിൽ വരുന്ന ഇവരുടെ വ്യാപാരത്തിൻ്റെ മുഴുവൻ ലാഭവും, അതായത് ഈ കടയിൽ 17-18 തീയതികൾ നടത്തുന്ന വ്യാപാരത്തിൻ്റെ മുഴുവൻ ലാഭവും വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ്. നിങ്ങളെ അറിയിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ 17-18 തീയതികളിൽ നമ്മുടെ ചാലക്കുടി മാർക്കറ്റിനകത്ത് ഈ കേരള ചിക്കനിൽ നിന്ന് ചിക്കൻ വാങ്ങിക്കുക. അത് ദുരന്തബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലാവും. ഈ സ്ഥാപനം ഒന്നും കൂടി പറയുകയാണ്, ചാലക്കുടി മാർക്കറ്റിൻ്റെ അകത്താണ് ഈ സ്ഥാപനം. ഇത് നമ്മുടെ ചേച്ചി അനിലേട്ടൻ. തീർച്ചയായിട്ടും ഇവർ നടത്തുന്ന ഈ വലിയ നന്മയോട് നമുക്ക് സഹകരിക്കാം, വയനാട്ടിലെ ദുരന്തബാധിതരെ സഹായിക്കാം എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഈ വരുന്ന 17-18 തീയതികളിൽ നടത്തുന്ന മുഴുവൻ വ്യാപാരവും, ഈ കടയിൽ നടത്തുന്ന വ്യാപാരത്തിൻ്റെ മുഴുവൻ വ്യാപാരത്തിൻ്റെയും ലാഭവും വയനാട്ടിലെ ദുരന്തബാധിതർക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. ചാലക്കുടി മാർക്കറ്റിനകത്താണ് കേരള ചിക്കൻ എന്ന സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഈ ഓഗസ്റ്റ് മാസം 17-18 തീയതികളിൽ വരുന്ന വ്യാപാരത്തിൻ്റെ ലാഭം മുഴുവനും വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എല്ലാ ഉപഭോക്താക്കളും സഹകരിക്കുക. വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിൽ ദുരിതമനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ചാലക്കുടി നഗരസഭയിലെ കുടുംബശ്രീ പ്രവർത്തക മാർക്കറ്റിനകത്ത് നടത്തുന്ന കേരള ചിക്കൻ എന്ന സ്ഥാപനത്തിൽ ഈ മാസം 17-18 തീയതികളിൽ വിൽപ്പന നടത്തുന്ന കോഴിയുടെ മുഴുവൻ ലാഭവും ഈ ദുരിതബാധിതർക്കുള്ള സഹായമായിട്ട് നൽകാനായിട്ട് ആ പ്രവർത്തകർ തീരുമാനിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിനാണ് നമ്മുടെ കേരള ചിക്കൻ സ്ഥാപനം പ്രവർത്തിക്കുന്ന കുടുംബശ്രീ പ്രവർത്തകർ നേതൃത്വം കൊടുക്കുന്നത്. എല്ലാവരും ഈ ഒരു നന്മ നിറഞ്ഞ പ്രവൃത്തിയിൽ പങ്കാളികളായി അന്നത്തെ ദിവസം കേരള ചിക്കൻ എന്ന സ്ഥാപനത്തിൽ നിന്ന് തന്നെ അന്നത്തെ ദിവസം കോഴി വാങ്ങി ഇതിൽ പങ്കാളികളാകണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. അതായത് ഈ വരുന്ന ശനി ഞായർ തീയതികളായിട്ട് കേരള ചിക്കൻ മാർക്കറ്റിൻ്റെ അകത്ത് കുടുംബശ്രീ പ്രവർത്തകയായ ഷീജ അനിൽ അവരുടെ സ്ഥാപനത്തിൽ അന്നത്തെ ലാഭം മുഴുവൻ, ആ ചിക്കൻ വിട്ട് കിട്ടുന്ന ലാഭം മുഴുവൻ നമ്മുടെ വയനാട്ടിൽ നമ്മുടെ പ്രിയ സഹോദരന്മാർ നമ്മൾ വിട്ടുപോയിട്ടുള്ള ആ ഗ്രാമത്തിന് വേണ്ടി പുനർജീവിക്കാൻ വേണ്ടി അന്നത്തെ ലാഭം മുഴുവൻ സർക്കാരിലേക്ക്, മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അന്നത്തെ ദിവസം എല്ലാവരും ചിക്കൻ വാങ്ങിക്കുന്നവരും മുഴുവൻ പേരും കേരള ചിക്കൻ അവിടെ നിന്ന് വാങ്ങിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു.